Good morning, all. I told you that the second module is going to an end. So before that, I have to introduce before you some new terms that is being included in this particular module, and these terms may be bringing you some 2-8 or 5-8 marks in your examination, like university examination. And the first term is reverse book building. Okay, reverse book building. What do you mean by reverse book building? So to know this process of reverse book building in its real sense, you have to go through the last previous sessions, because there I have told you what is the process of book building. Appo book building in the portion clear aanengil it will be much easy for you to learn what is reverse book building. So that's it. അപ്പോൾ ജസ്റ്റ് സമ്മറി ഓഫ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. ബുക്ക് റണ്ണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് കമ്പനി ഒരു ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഏത് പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്ററുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ വില്ലിംഗ്നെസ് അനുസരിച്ചിട്ടുള്ള പ്രൈസിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനാണ് ബുക്ക് റണ്ണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജറിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അയാളെ ഏൽപ്പിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സ് ഏത് പ്രൈസ് റേഞ്ചിലാണെങ്കിൽ എന്റെ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യും എന്ന് പഠിക്കുക. അതിനുശേഷം ഇൻവെസ്റ്റർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വെക്കുന്ന ഒരു പ്രൈസ് ഏതാണോ ആ പ്രൈസിൽ എന്റെ ഷെയർസ് വിൽക്കാം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് റണ്ണിംഗ് എന്ന് പറയുന്നത്, അല്ലെ? കസ്റ്റമേഴ്സ് ഏത് പ്രൈസിലാണോ വാങ്ങാനായിട്ട് റെഡി ആവുന്നത് ആ പ്രൈസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ബുക്ക് റണ്ണിംഗ് എന്ന് പറയുന്നത്. ആ പ്രൈസിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് ബുക്ക് റണ്ണിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാലോ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫോർ ബുക്ക് റണ്ണിംഗ് ആണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഏത് പ്രൈസിൽ ഒരു പെർട്ടിക്കുലർ ഷെയർ വാങ്ങാം എന്ന് വില്ലിംഗ് ആവുന്നതാണ് ബുക്ക് റണ്ണിംഗ് എങ്കിൽ ഏത് പ്രൈസിൽ ആ ഷെയർസ് വിൽക്കാൻ ഇൻവെസ്റ്റർ തയ്യാറാകും എന്ന് പഠിക്കുന്ന പ്രോസസ്സാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. മെയിൻലി അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പനിക്ക് അവരുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യണം എന്ന് സപ്പോസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കറിയാം ഒരു ന്യൂ ഇഷ്യൂ നടന്നു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അല്ലെ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇന്ന കമ്പനി ഇത്ര എമൗണ്ട് ഓഫ് ഷെയർസ് ഒക്കെ വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വിറ്റു പബ്ലിക് ഇഷ്യൂ നടത്തിയെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ രജിസ്റ്ററിൽ ഒരു കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ പർട്ടിക്കുലർ കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി എന്നാണ് മീനിങ്. ലിസൺ, പബ്ലിക് ഇഷ്യൂ നടത്തി എന്നാണ് മീനിങ്. അങ്ങനെ പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ രജിസ്റ്ററിൽ ആ കമ്പനിയുടെ പേര് എഴുതി വെക്കും, ആ കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ പേര് എഴുതി വെക്കും. ആ പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിക്ക് തോന്നുകയാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ രജിസ്റ്ററിൽ എന്റെ പേര് വേണ്ട, എന്റെ സെക്യൂരിറ്റീസിന്റെ പേര് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് രജിസ്റ്ററിൽ നിന്ന് പേര് കട്ട് ഓഫ് എന്താണ് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. ആ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ രജിസ്റ്ററിൽ കമ്പനിയുടെ പേരുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ലിസ്റ്റിംഗ്. ആ രജിസ്റ്ററിൽ നിന്ന് കമ്പനിക്ക് അവരുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. ആ പ്രോസസ്സിനാണ് ഡീ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡീ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഒറ്റ മാർഗമുള്ളൂ. വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഈസ് ബൈ ബാക്ക് ദ ഷെയർസ് പ്രീവിയസ്ലി ഇഷ്യൂ ടു ദ പബ്ലിക്. ആദ്യം പബ്ലിക്കിന് ഷെയർസ് കൊടുത്തതുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ പബ്ലിക്കിന്റെ കയ്യിൽ ഇരിക്കുന്ന ഷെയർസ് തിരിച്ചു വാങ്ങുകയാണെങ്കിൽ കമ്പനിക്ക് ഡീ ലിസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെ? അപ്പോൾ ഡീ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് റണ്ണിംഗ് നടത്തി ഇൻവെസ്റ്റേഴ്സിന്റെ വില്ലിംഗ് പ്രൈസ് അറിഞ്ഞത്. ഏത് പ്രൈസിൽ ഇൻവെസ്റ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്ന് സ്റ്റഡി ചെയ്യുന്നത് ബുക്ക് ബിൽഡിംഗ്. കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്ന ഈ ഷെയർസ് മുഴുവൻ ബൈബാക്ക് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് അറിയണം ഇൻവെസ്റ്റേഴ്സ് ഏത് പ്രൈസിലാണെങ്കിൽ ഈ ഷെയർസ് കമ്പനിക്ക് തിരിച്ചു തരും എന്ന് അറിയണം. ആ പ്രോസസ്സാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. ക്ലിയർ? അതായത് ഇൻവെസ്റ്റേഴ്സ് കമ്പനി എത്ര രൂപ കൊടുത്താൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് കമ്പനിക്ക് തരാം, അങ്ങനെ എത്ര രൂപയ്ക്ക് കമ്പനിക്ക് ഈ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യാം എന്ന് പഠിക്കുന്ന അനലൈസ് ചെയ്യുന്ന പ്രോസസ്, ഇറ്റ് ഈസ് നോൺ ആസ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. ഓക്കെ. So when book building is the process wherein book running lead manager studies or analyze at what price an investor is willing to buy some particular share. Reverse book building is the process wherein a book running lead manager studies at what price a particular investor is willing to sell this particular share back to the company, or at what price a company can buy back those previously issued shares from the investor.
അതാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബുക്ക് ബിൽഡിംഗ് ഈസ് മെൻ ഫോർ ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ മേക്കിംഗ് പബ്ലിക് ഇഷ്യൂ, ആൻഡ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് ഈസ് കണ്ടക്റ്റഡ് by a company to encourage the process of delisting. Okay, and it is the process adopted by company to buy back its shares from the general public. That is book building. Clear? ഇനി ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു ഫ്ലോർ പ്രൈസ് ഉണ്ട്. അതായത് ഈ ഫ്ലോർ പ്രൈസിൽ കമ്പനി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഫ്ലോർ പ്രൈസിൽ താഴെ ഒരിക്കലും ഇവർ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കണക്കാക്കില്ല. അതായത് കമ്പനി പറയാം, കമ്പനി ഇപ്പം ആം എ കമ്പനി ആൻഡ് ഐ വാണ്ട് ടു ബൈ ബാക്ക് ദ ഷെയർസ് ഫ്രം ദ പബ്ലിക്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഫ്ലോർ പ്രൈസ് ഈസ് ₹200, വിച്ച് മീൻസ് കമ്പനി will give each and every investor a minimum 200 rupees. ഇൻവെസ്റ്റർ ചോദിക്കുന്ന പ്രൈസിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസ് അല്ലെങ്കിൽ ആ ആവറേജ് പ്രൈസിൽ കമ്പനി ഈസ് റെഡി ടു ബൈ ബാക്ക് ദ ഷെയർസ്, ബട്ട് എ മിനിമം ഫ്ലോർ പ്രൈസ് ഈസ് ബീങ് ഫിക്സഡ്. ആ 200 രൂപയിൽ താഴെ കൊടുത്തിട്ട് കമ്പനി ഒരിക്കലും ഇത് ബൈ ബാക്ക് ചെയ്യില്ല. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലോർ പ്രൈസ്. So the next term is differential pricing. As the name suggests, shares are being allotted to different investors at different prices. Adana differential pricing. Say for example, a company issued their shares at ₹200 per share to its individual investors. അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് 200 രൂപ നിരക്കിൽ അവരൊരു ഷെയർ ഇഷ്യൂ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദ സെയിം സെക്യൂരിറ്റി ഓർ സെയിം ഷെയർസ് ഈസ് ബീങ് issued to some institutional buyer at ₹215. അതാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. പല വിലയിലാണ് കമ്പനി ഒരേ ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. ആ പ്രോസസ് ആണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ ഡിഫറൻഷ്യൽ പ്രൈസ് ആ ഡിഫറൻസ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 10% എന്നാണ് റൂൾസ് പറയുന്നത്. 10% കൂടുതൽ വേരിയേഷൻസ് പ്രൈസിൽ വരാൻ പാടില്ല എന്നും പറയുന്നു. So the next term is differential voting rights, mostly popular as DVR shares. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പേരിൽ പറയുന്ന പോലെ തന്നെ ഡിഫറൻഷ്യൽ പ്രൈസിംഗിൽ പറയുന്ന പോലെ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് വെച്ചാൽ വോട്ടിംഗ് റൈറ്റ്സിനെ സംബന്ധിച്ചാണ്. ക്ലിയർ? അതായത് it is just like ordinary shares, but the voting rights for this kind of shares will be fewer. But comparatively, the dividend and the capital appreciation benefits will be more. അതായത് എന്താണ് ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഷെയർസിന് അല്ലെങ്കിൽ DVR ഷെയർസിന്റെ പെക്യൂലാരിറ്റി എന്ന് വെച്ചാൽ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കുറവായിരിക്കും. അല്ലെ, നമ്മളൊരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ഷെയർ ഒരു ഇൻവെസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർ പിന്നെ കമ്പനിയുടെ ഓണർ ആയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അല്ലെ, പ്രധാനപ്പെട്ട കമ്പനിയുടെ വേരിയസ് ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വോട്ട് ചെയ്തുകൊണ്ട് ഒപ്പീനിയൻ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് DVR അവർക്ക് ആ റൈറ്റ് ഇല്ല. അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ when a company is taking a decision, they have no role to interfere into that decision. അവർക്കൊരു അഭിപ്രായം പറയാനുള്ള ഫ്രീഡം ഉണ്ടാവില്ല. അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ള അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെ കഴിഞ്ഞ് കൂടുതൽ ഡിവിഡൻഡ് ഈ കൂട്ടർക്ക് കിട്ടും. അതിനെ കഴിഞ്ഞ് കൂടുതൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. അല്ലെ, അപ്പൊ അതാണ് DVR എന്ന് പറഞ്ഞാൽ. കമ്പനീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണർഷിപ്പ്, കമ്പനിയുടെ ഓണർഷിപ്പ് കൂടുതലായിട്ട് ഡൈല്യൂട്ട് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കാരണം വോട്ടിംഗ് റൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഓണർ കമ്പനിക്ക് വരും. അയാളും കൂടെ കമ്പനി എടുക്കുന്ന ഡിസിഷൻസിലൊക്കെ ഇടപെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാതെ ക്യാപിറ്റൽ റേസ് ചെയ്താൽ മാത്രം മതി. പുതിയൊരു ഓണറെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കമ്പനീസിന് ഒരു ചോയ്സ് ആണ് DVR ഷെയർസ് എന്ന് പറയുന്നത്. സോ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ടു. അല്ലെ, സോ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് കമ്പനി ഷുഡ് ബി ഹാവിംഗ് അപ്രോപ്രിയേറ്റ് ഓർ ആഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ഫോർ ദ പ്രസന്റ് ഫിനാൻഷ്യൽ ഇയർ. കമ്പനിക്ക് അഡിക്കേറ്റ് പ്രോഫിറ്റ്സ് ഉണ്ടാവണം. അതുപോലെ ദ കമ്പനി മസ്റ്റ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇൻ ഫയലിംഗ് എനി ആനുവൽ റിട്ടേൺസ്. കറക്റ്റ് ആയിട്ട് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നവരായിരിക്കണം. കറക്റ്റായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനീസിന് മാത്രമേ DVRs ഫയൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളൂ. ടോട്ടൽ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിന്റെ 25% കൂടുതൽ DVRs ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അതായത് the company must not issue differential voting rights more than 25% of the total issued capital. Differential voting rights are the shares which carry fewer voting rights, but the benefit in DVR shares are it will be carrying much dividend and much capital appreciation compared to ordinary shareholders. A company can issue up to 25% of total issued capital
as differential voting share capital, then a company should be having adequate profits, and that company or DVR issuing company must not fail to file any annual returns for any financial years. That's it. Nextly, you are going to learn the term Indian Depository Receipts or IDR. IDR എന്താണ് ഇവിടെ പഠിക്കുന്നത്? So basically IDR or Indian Depository Receipt means just a financial instrument. അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ലൈക്ക് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ലിസൺ, അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? When a foreign company intends to raise fund from India, a foreign company have to inform the same to an overseas bank. അതായത് ഒരു ഫോറിൻ ബാങ്കിനെ ഈ ഫോറിൻ കമ്പനി ഇൻഫോം ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ലൈക്ക് ഫോറിൻ കമ്പനി ആയ എനിക്ക് ഇത്ര എമൗണ്ട് റേസ് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് റേസ് ചെയ്യണം, അതിന് ഞാൻ കുറച്ച് ഇക്വിറ്റി ഷെയർസ് തരാം എന്ന് ഇൻഫോം ചെയ്യാണ്. അതിനുശേഷം ഈ കസ്റ്റോഡിയൻ ബാങ്ക്, ഒരു ബാങ്കാണ് മോസ്റ്റ്ലി ഫംഗ്ഷൻ ചെയ്യിക്കുന്നത്. ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഓവർസീസ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്ക് എന്ത് ചെയ്യും? ഈ ഇക്വിറ്റി ഷെയർസ്, അതായത് ഫോറിൻ കമ്പനി കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർസ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കും. എന്നിട്ട് ഇന്ത്യൻ ഡെപ്പോസിറ്ററിക്ക് ഓതറൈസേഷൻ കൊടുക്കും. അതായത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി നിങ്ങൾക്കറിയാം എന്താണ്, NSDL, CDSL എന്നൊക്കെ പറയുന്ന ഡിപ്പോസിറ്ററീസ്. നമ്മുടെ ഡിപ്പോസിറ്ററീസ് എന്താണെന്നൊക്കെ നേരത്തെ കണ്ടിരുന്നു അല്ലെ. ഒരു ഡിപ്പോസിറ്ററിയോട് പറയും ഇത്ര എമൗണ്ട് ഫോറിൻ കമ്പനി ഇത്ര ഷെയർസ് വന്നിട്ടുണ്ട്, സോ അവര് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഇന്ത്യൻ ഡിപ്പോസിറ്ററി എന്ത് ചെയ്യും? കുറച്ച് ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യും. അതായത് depository receipts will be valid because its underlying asset will be equity shares. അതായത് ഇവര് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഡിനോമിനേറ്റഡ് ആയിട്ടുള്ളത് ഇന്ത്യൻ റുപ്പീസിൽ ഡിനോമിനേറ്റഡ് ആയിരിക്കും. അതായത് ആ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്ററുടെ കയ്യിൽ ഈ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സിന്റെ അണ്ടർലൈങ് അസറ്റ് ആയ ഇക്വിറ്റി ഷെയർസ്, വെറും ഇക്വിറ്റി ഷെയർസ് അല്ല, ഫോറിൻ ഇക്വിറ്റി ഷെയർസിന്റെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. അതായത് ഒരു ഫോറിൻ കമ്പനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ശ്രദ്ധിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ആണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ആൻഡ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ Indian depositories, and the underlying asset in Indian depository receipts will be foreign equity shares, and the original foreign equity shares will be held by a foreign custodian or an overseas custodian എന്നാണ് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം, അപ്പോൾ ഫോറിൻ കമ്പനി ആദ്യം ഒരു ഫോറിൻ ബാങ്ക്, അവരുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു ബാങ്കിനെ ഇൻഫോം ചെയ്യും ദാറ്റ് ഫോറിൻ കമ്പനി എനിക്ക് ഇത്ര എമൗണ്ട് ഇന്ത്യയിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഷെയർസ് ഫോറിൻ ബാങ്കിന്, അതായത് അവരുടെ ഓവർസീസ് കസ്റ്റോഡിയൻ ബാങ്കിനെ ഏൽപ്പിക്കും. 4 പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഈസ് ഫോറിൻ കമ്പനി, ദെൻ ഫോറിൻ ഓർ ഓവർസീസ് കസ്റ്റോഡിയൻ, തേർഡ്ലി ഇന്ത്യൻ ഡെപ്പോസിറ്ററി ആൻഡ് ഇന്ത്യൻ ഇൻവെസ്റ്റർ. 4 പാർട്ടീസ് ഉണ്ട് ഇവിടെ. അതിൽ ഫോറിൻ കമ്പനി ആദ്യം ഈ കസ്റ്റോഡിയനെ, അതായത് ഓവർസീസ് കസ്റ്റോഡിയനെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുള്ള ഒരു ബാങ്കിനെ ഇൻഫോം ചെയ്യും. ഫോറിൻ കമ്പനിക്ക് ഇത്ര ഷെയർസ് ഫോറിൻ കമ്പനി പറയുകയാണ്, ഓവർസീസ് കസ്റ്റോഡിയനോട് പറയുകയാണ്, ഐ വിൽ ഗീവ് യു ദിസ് മച്ച് ഷെയർസ്, എനിക്ക് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം എന്ന് പറയുന്നു. അതിനുശേഷം ഈ കസ്റ്റോഡിയൻ ബാങ്കിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഓവർസീസ് കസ്റ്റോഡിയന്റെ കയ്യിൽ ഫോറിൻ കമ്പനി കൊടുത്ത ഷെയർസ് ഇരിക്കെ ഈ ഫോറിൻ കസ്റ്റോഡിയൻ എന്ത് ചെയ്യും? അത് ഡെപ്പോസിറ്ററിയെ ഇൻഫോം ചെയ്യും. അതായത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി അല്ലെ, NSDLോ CDSLോ ആവട്ടെ, ഇന്ത്യൻ ഡെപ്പോസിറ്ററിനെ ഇൻഫോം ചെയ്യും. ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ബാങ്ക് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെപ്പോസിറ്ററിയെ ഇൻഫോം ചെയ്യുകയാണ്, ഇത്ര എമൗണ്ട് ഓഫ് ഫോറിൻ ഷെയർസ് എന്റെ പക്കലുണ്ട്, സോ ഇന്ത്യൻ ഡെപ്പോസിറ്ററി ആയ നിങ്ങൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററീസ് എന്ത് ചെയ്യും? ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്ന വേറൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യും. ആ ഇൻസ്ട്രുമെന്റിന് വാലിഡിറ്റി വരുന്നത് എങ്ങനെയാണ്? ആ ഓരോ ഇൻസ്ട്രുമെന്റും ക്യാരി ചെയ്യുന്നത് ഫോറിൻ ഇക്വിറ്റി ഷെയർസ് ആണ്.
ഇയാളുടെ കയ്യിൽ, അതായത് ഫോറിൻ കസ്റ്റോഡിയന്റെ കയ്യിലാണ് ഇക്വിറ്റി ഷെയർസ് ഇരിക്കുന്നത്. ഓതറൈസേഷൻ അതുകൊണ്ട് തന്നെ ഡിപ്പോസിറ്ററീസ്, ഇന്ത്യൻ ഡിപ്പോസിറ്ററീസിന് ഈ ഫോറിൻ ഷെയർസ് ഇരിക്കുന്ന ബലത്തിൽ ഓതറൈസേഷൻ ഫോറിൻ കസ്റ്റോഡിയൻ കൊടുക്കും. ആർക്ക് കൊടുക്കും? ഇന്ത്യൻ ഡെപ്പോസിറ്ററിക്ക് കൊടുക്കും. അങ്ങനെ ഇന്ത്യൻ ഡെപ്പോസിറ്ററീസിന് ഡിപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി കിട്ടി. അതിനുശേഷം അവര് ആ അതോറിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യും. അത് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മണി കൊടുത്ത് പർച്ചേസ് ചെയ്യും. ഇൻ എഫക്ട് ഇന്ത്യൻ മണി കൊടുത്ത് ഇൻവെസ്റ്റർ ഒരു DR എടുക്കുകയാണെങ്കിൽ, അതായത് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫണ്ട് എവിടേക്കാണ് ഇൻഡയറക്ട്ലി ചെന്ന് കയറുന്നത്? ഫോറിൻ ബാങ്ക്, ഫോറിൻ കസ്റ്റോഡിയൻ വഴി ഫോറിൻ കമ്പനിയുടെ കയ്യിൽ ചെന്ന് എത്തും. ഇതാണ് ഇങ്ങനെ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഡെപ്പോസിറ്ററീസ് ഓഫർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. So to conclude, Indian depository receipt is basically issued by Indian depositories, which will be having foreign equity shares as underlying asset, and the foreign equity shares will be in the hands of overseas custodian. Then Indian depository receipt is basically issued by Indian depositories, which will be having foreign equity shares as underlying asset, and the foreign equity shares will be in the hands of overseas custodian. If a foreign company wants to raise capital from Indian market, they have to approach an overseas custodian informing the same willingness, and the overseas bank will accept those shares from the foreign company and will hold this foreign shares in their hands, and with this foreign shares, possession of this foreign shares, the overseas custodian will authorize the Indian depository to issue Indian depository receipts so that Indian investors can subscribe to the depository receipts, and likewise in this way Indian investors will be investing in a foreign company. Indirectly foreign company Indian investors invest ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഐഡിയാസ് ഓഫർ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അതാണ് അതിന്റെ ബെനിഫിറ്റ്. ഇഷ്യൂ ചെയ്യുന്ന ഫോറിൻ കമ്പനിക്ക് അവരുടെ ഓണർഷിപ്പ് ഡൈല്യൂട്ടഡ് ആവുന്നില്ല ഇവിടെ, അല്ലെ? അവരുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് മാറുന്നില്ല, മറിച്ച് അവർക്ക് എമൗണ്ട് റേസ് ചെയ്യാനും പറ്റും. വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ADRs ഓഫർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. So nextly you are going to study about some types of offer documents. Offer documents എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് ഫണ്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷനെയാണ് ഓഫർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് വൺ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? അതൊരു ഇൻവിറ്റേഷൻ ആണ്. പബ്ലിക് ഇഷ്യൂ നടക്കുന്ന സമയത്ത് കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, ഓപ്പണിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, എമൗണ്ട് ഓഫ് ഷെയർ, നമ്പർ ഓഫ് ഷെയർസിന്റെ ഡീറ്റെയിൽസ്, ഷോയിങ് കമ്പനിയുടെ ഡീറ്റെയിൽസ്, അപ്പോൾ അണ്ടർ റൈറ്ററുടെ നെയിം, അണ്ടർ റൈറ്ററുടെ കമ്മീഷൻ, അണ്ടർ റൈറ്ററുടെ അഡ്രസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രോസ്പെക്ടസിനൊപ്പം ഉണ്ടാവും. അപ്പോൾ നോർമൽ പ്രോസ്പെക്ടസ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓഫർ ഡോക്യുമെന്റ്. Then the second one is red herring prospectus. As I told you earlier, book running processലാണ് red herring prospectus ഉണ്ടാകുന്നത്, അല്ലെ? red herring prospectusന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർഡിനറി പ്രോസ്പെക്ടസ് പോലെ അല്ല. Instead of disclosing the actual price of a share and actual quantity of shares being issued to the public, അതിനകത്ത് കുറച്ച് പ്രൈസ് റേഞ്ച് ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ലെവൽസ് ആണ് കാണിക്കുന്നതെന്ന് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇസ് മെയിൻലി ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് ബുക്ക് റണ്ണിംഗ് പ്രോസസ് ഓഫ് പ്രൈസിംഗ് ന്യൂ ഇഷ്യൂ, അല്ലെ? അപ്പൊ അതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്.
അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷോർട്ട് ആൻഡ് പ്രോസ്പെക്ടസ് ആണ്. ഭയങ്കര ഷോർട്ട് ആൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസ്പെക്ടസിനെയാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ലെറ്റർ ഓഫ് ഓഫർ എന്ന് വെച്ചാൽ എന്താണ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ പഠിച്ചപ്പോൾ റൈറ്റ്സ് ഇഷ്യൂവിനെ പറ്റിയിട്ട് പറഞ്ഞു. റൈറ്റ്സ് ഇഷ്യൂവിന്റെ ഓഫർ ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് ലെറ്റർ ഓഫ് ഓഫർ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റർ ഓഫ് ഓഫർ ഇസ് എ ഇൻവിറ്റേഷൻ ഡോക്യുമെന്റ് ഓർ an offer document which is issued in case of rights issue. നെക്സ്റ്റ് വൺ ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. പേരിൽ പറയുന്ന പോലെ തന്നെ ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് ഇത്. അതായത് ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ സബ്സിക്വന്റ്ലി വിതിൻ ആൻ ഇയർ സെവറൽ പബ്ലിക് ഇഷ്യൂസ് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ എവറി ടൈം അവർക്ക് ന്യൂ ഇഷ്യൂ നടത്തുന്ന സമയത്തല്ല ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പ്രൊവൈഡഡ് ഇഫ് ദേ ആർ ഇഷ്യൂയിങ് എ ഷെൽഫ് പ്രോസ്പെക്ടസ്. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ തന്നെ പല പബ്ലിക് ഇഷ്യൂസ് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എവറി ടൈം വെൻ ദേ ആർ ഗോയിങ് ഫോർ എ പബ്ലിക് ഇഷ്യൂ, അവര് ഓരോ സമയത്തും പബ്ലിക് ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഓരോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ നിർബന്ധമില്ല. ഷെൽഫ് പ്രോസ്പെക്ടസ് വേറെ ഇഷ്യൂ ചെയ്താൽ ഒരു വർഷം നമുക്ക് സബ്സിക്വന്റ് ആയിട്ട് ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് വെച്ചിട്ട് തന്നെ പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ പേരിൽ പറയുന്നത് തന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ബയേഴ്സിനെ ചൂസ് ചെയ്തിട്ട് അവർക്ക് മാത്രം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുമ്പോൾ പ്രൈവറ്റ് പാർട്ടീസിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ ഡോക്യുമെന്റിനെയാണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്.